അടുക്കളയിൽ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മൂമ്മയുടെ മക്കൾ ഇനിയിപ്പോ വരില്ലേ? അവര് വരാൻ വൈകിയാലോ? കുഞ്ഞി, നമുക്കിവിടെ സാധനങ്ങൾ ഉണ്ടാന്ന് നോക്കിയിട്ട് അമ്മൂമ്മയ്ക്ക് കഞ്ഞി വെച്ചു കൊടുത്താലോ? വേദക്കുട്ടിക്ക് കഞ്ഞി വെക്കാൻ അറിയോ? അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാ വെക്കാം, അമ്മൂമ്മയ്ക്ക് സന്തോഷാവും. നമുക്ക് അരി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കുഞ്ഞി തൊടണ്ട, കൈ പൊള്ളും. കുഞ്ഞിയെ കാണാതാവുമ്പോ വീട്ടില് കുഞ്ഞിയുടെ അമ്മ വിഷമിക്കില്ലേ? വേദക്കുട്ടിയുടെ കൂടെ ആവുമ്പോ അമ്മ വിഷമിക്കില്ല. ആദ്യം അമ്മൂമ്മയുടെ വിശപ്പ് മാറട്ടെ. എന്താ മോളെ? ഗുരുവും ഗുരുപുത്രിയും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിക്കാമോ? ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കണം. എന്താ ചോദിക്കാൻ? ഗുരുപുത്രി ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, വലിയ തെറ്റ്. വേദക്കുട്ടിയെ കൂടുതൽ പ്രശംസിച്ചു കാണും. നൃത്ത പരിശീലനത്തിൽ പ്രശംസിക്കുന്നതിനും കുറവുകൾ പറയുന്നതിനും ശിക്ഷിക്കാൻ നിർവാഹമില്ല. പരിശീലന സ്ഥലത്ത് വെച്ചല്ല, പുറത്തു വെച്ചാണ്. എങ്കിൽ കേക്കട്ടെ, എന്താണ് തെറ്റ്? എന്താ? ഗുരുപുത്രി എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് മോളുടെ ആവശ്യം. എന്താ മോളെ? ആ കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയില്ലേ, അവരുടെ കയ്യിൽ നിന്ന് ഗുരുപുത്രി വെള്ളം വാങ്ങി കുടിച്ചു, അതും പൊതുസ്ഥലത്ത് വെച്ച്. മോള് കണ്ടോ? കണ്ടു. എന്നിട്ട് മോള് ചോദിക്കാതിരുന്ന എന്താ? ഞാൻ ചോദിച്ച ഗുരുപുത്രി എന്നെ ശാസിക്കില്ലേ? ഇത് കേട്ടിട്ട് അങ്ങെന്താ മിണ്ടാതിരിക്കുന്നത്? ഈ നാട്ടിലെ ആചാരങ്ങൾക്ക് ഒരു വിലയുമില്ലാതായോ? ഒരു വശത്ത് പൂജാരിയും മകളും, മറുവശത്ത് ഗുരുവും ആ ഗുരുപുത്രി. നാട് നശിപ്പിക്കാൻ തന്നെയാണോ എല്ലാവരുടെയും ഉദ്ദേശം? കലാകാരിയാണെങ്കിലും തികഞ്ഞൊരു അഹങ്കാരിയാണ് ഗുരുപുത്രി പ്രിയംവദ. ചോദ്യം ചെയ്യാനോ ശിക്ഷിക്കാനോ ചെന്നാൽ പരാതി നേരെ അനുജൻ തമ്പുരാന്റെ മുമ്പിലെത്തും. അപ്പൊ എന്തു പറയുന്ന എന്റെ ചിന്ത. വളച്ചു കെട്ടണ്ട, അങ്ങേക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറയൂ. എല്ലാവരെയും പേടിച്ച് പേടിച്ച് ഈ ജീവിതം തന്നെ മടുത്തുപോയിരിക്കുന്നു. സുകന്യക്ക് എടുത്തിയാട്ടമാണ്. രാജതന്ത്രത്തിൽ അത് പറഞ്ഞിട്ടില്ല. രാജതന്ത്രത്തിൽ നിത്യേനുള്ള ഈ തോൽവി പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാനിത് വിടുന്നില്ല. ഞാനിതൊന്ന് ചോദിക്കാൻ പോവുകയാണ്. സുകന്യ, എന്താ തടയാൻ ഉദ്ദേശമുണ്ടോ? ഈ നാട്ടിലെ നിയമങ്ങൾ അവൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾ തമ്മിലാകുമ്പോ പെൺസംസാരമല്ലേ? അനുജൻ തമ്പുരാന്റെ മുമ്പിൽ പരാതി എത്താതെ നോക്കാൻ എനിക്കറിയാം. എന്നാൽ ആയിക്കോട്ടെ. ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ മറ്റൊരു പെണ്ണിന്റെ നാവോളം പോകുന്ന ആയുധം വേറെ ഇല്ലെന്നാ. ഇത്തവണ അത് സുകന്യയുടെ മിടുക്കിന് വിട്ടിരിക്കുന്നു. പരാജയപ്പെട്ടൊന്നും ഞാൻ മടങ്ങില്ല. 1 പകരം 100, അതാണ് എന്റെ കണക്ക്. അങ്ങ് നോക്കിക്കോളൂ. വല്യമ്മ, ഞാനും വരുന്നുണ്ട്. മോള് വരൂ. വല്യമ്മയുടെ മുന്നിൽ നിന്ന് ഗുരുപുത്രി വിറയ്ക്കുന്നത് മോൾക്ക് വല്യമ്മ കാണിച്ചു തരാം. വരൂ. ഉടവാളിന് വളയാൻ പരിമിതികളുണ്ട്, മൂർച്ചയും. അമ്മൂമ്മേ, അമ്മുമ്മേ, അമ്മൂമ്മേ, അമ്മൂമ്മേ. അയ്യോ, ഞാനിത്തിരി ഉറങ്ങിപ്പോയല്ലോ മക്കളെ. ക്ഷീണം കാരണോ? മക്കൾക്ക് പോകാനും പറ്റിയില്ലല്ലോ. വിശന്ന് തളർന്നിട്ടാ അമ്മുമ്മ ഉറങ്ങിപ്പോയത്. ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം അമ്മുമ്മ വരും. വാ. ഇതാരാ മക്കളെ ഉണ്ടാക്കിയത്? സഹദേവനും വൈജയന്തിയും തിരിച്ചു വന്നോ? ഇല്ല അമ്മൂമ്മേ, ഇതൊക്കെ വേദക്കുട്ടി വെച്ചതാ. കുട്ടി ഭക്ഷണം വെച്ചോ? എനിക്ക് ഭക്ഷണം വെക്കാനൊക്കെ അറിയാം, അച്ഛൻ പഠിപ്പിച്ചെന്നതാ. അമ്മുമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നറിയാനായി അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. എന്നാ പിന്നെ സാധനങ്ങൾ എടുത്ത് വച്ചാലോ എന്ന് ആലോചിച്ചു. കഴിക്കമ്മൂമ്മേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. എന്റെ കണ്ണുകളിൽ ഞാൻ എന്താ കാണുന്നത്? എന്റെ മക്കളെ, ചിലപ്പോ ഞാൻ അവിടെ അങ്ങനെ തളർന്നു കിടന്നത്
നിങ്ങളെ പോലുള്ള 2 കുഞ്ഞുങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊണ്ടാ. എന്ത് പറഞ്ഞാലും അമ്മൂമ്മക്ക് കരച്ചിലാണ്. പോയി കൈ കഴുകിട്ട് വാ. ഇതെന്താ എനിക്ക് മാത്രം, നിങ്ങൾക്ക് വേണ്ടേ? നമ്മൾ നടന്നു വരുന്ന വഴിക്ക് എന്തോരം സാധനങ്ങളാ കഴിച്ചത്. കാട്ടുകിഴങ്ങും പഴങ്ങളും എല്ലാം കഴിച്ചു. ആ അമ്മൂമ്മ കഴിക്ക്. എന്താ രുചിയില്ലേ? ഇല്ലേന്നോ? അച്ഛൻ മോളെ പഠിപ്പിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല. നല്ല സ്വാദുണ്ട്. അമ്മമ്മ വയറ് നിറച്ച് കഴിക്ക്. അപ്പൊ ക്ഷീണമൊക്കെ മാറും. അപ്പോഴേക്കും മക്കൾ വരും. കഴിച്ചോ? അമ്മൂമ്മയുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. അതിന് നിങ്ങൾ അമ്മൂമ്മയോട് കാണിച്ച സ്നേഹം മാത്രം മതി. തിരിച്ചെന്തെങ്കിലും തരാൻ അമ്മൂമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാ. വീട്ടില് 2 ആൾക്കും അമ്മൂമ്മയുണ്ടോ? ഇല്ല, എനിക്ക് അമ്മയില്ല. എന്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ല മനസ്സുള്ള മക്കൾക്ക് ഇങ്ങനെയൊരു നഷ്ടം വരാൻ എന്താണാവോ? 2 ആളും വിഷമിക്കണ്ട കേട്ടോ. ഭഗവതി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയോടുള്ള ഭക്തി മുറുകെ പിടിച്ചാ മതി. ജീവിതത്തില് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അമ്മൂമ്മയാ പറയുന്നത്. എനിക്കറിയില്ല അമ്മൂമ്മേ, ഞങ്ങൾക്കും വിഷമാവും. ഇല്ല, എനിക്കറിയില്ല. എന്റെ മോൻ സഹദേവനില്ലേ, അവന് നിങ്ങളുടെ പ്രായത്തില് എന്റെ മടിയിലിരുന്നേ ഭക്ഷണം കഴിക്കൂ. എന്നിട്ട് ഞാൻ ചോറുപടി എടുത്ത് അവന്റെ അടുത്ത് ചെല്ലുമ്പോ അവൻ തല വെട്ടിച്ച ഒരൊറ്റ ഓട്ടം. എന്നിട്ടൊരു ചിരിയുണ്ട്. എനിക്കത് കാണാൻ എന്തിഷ്ടാണെന്നറിയോ? അമ്മമാർക്ക് ഭാഗ്യം വേണം, വല്ലാത്ത ഭാഗ്യം വേണം. അപ്പോഴാണ് മക്കളുടെ മുഴുവൻ സ്നേഹവും കിട്ടുക. വലിമേ, ദേ ഗുരുപുത്രി. ഏയ്, അവിടെ നിൽക്കൂ. എവിടെ പോയിട്ട് വരുന്ന വഴിയാ? കുറച്ച് പച്ചില മരുന്ന് പറിക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു വീട്ടിൽ കയറാനും. പച്ചില മരുന്നൊക്കെ സ്വന്തമായിട്ട് പറിച്ചതാണോ അതോ ആരെങ്കിലും സഹായിച്ചോ? എന്തുപറ്റി അങ്ങനെ ഒരു അന്വേഷണം? നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ നാടിനൊരു ശുദ്ധിയുണ്ട്, അതില്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ അച്ഛനും മോളും? മനസ്സിലായില്ല. പച്ചമരുന്ന് പറിക്കാൻ കാട്ടുവാസി പെണ്ണിന്റെ കൂട്ട്. യാതൊരു അറപ്പുമില്ലാതെ അവളുടെ മുളങ്കുഴലിൽ നിന്ന് വെള്ളം കുടിക്കുക. അതൊക്കെ എന്തുദ്ദേശത്തിലാണെന്നാ ചോദിക്കുന്നത്? ഇതൊക്കെ ആര് കണ്ടു? ആരും കണ്ടില്ലെങ്കിൽ ആചാര ലംഘനങ്ങൾ നടത്താമെന്നാണോ? ഉത്തരം പറയൂ. ദേശമംഗലത്തെ അധികാരമുള്ള ആളാണ് ചോദിക്കുന്നത്. എനിക്ക് വേണ്ട പച്ചില മരുന്നുകൾ തിരഞ്ഞെടുക്കാൻ അറിയില്ല. അറിവുള്ള ഒരാൾ അത് തിരഞ്ഞു തന്നു. എനിക്ക് ദാഹമുണ്ടായിരുന്നു, കയ്യില് വെള്ളമുണ്ടായിരുന്ന ഒരാൾ അത് ഒഴിച്ചു തന്നു. അയാൾ ഇത് തരക്കാരിയാണെന്നറിയില്ല. കൂടെ സംസാരിച്ചു നിൽക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ വർണ്ണമോളാ കണ്ടത്. ദേശമംഗലത്തെ കൊച്ചു തമ്പുരാട്ടി. ക്ഷമിക്കണം, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല. ഈ വിവരം അനുജൻ തമ്പുരാൻ അറിഞ്ഞാല്, ഇതിന്റെ പേരിൽ അച്ഛനെ മകളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ? മനുഷ്യരോട് മിണ്ടുന്നത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അതിനെന്ത് ചെയ്യാൻ പറ്റും? ദേശമംഗലം തമ്പുരാൻ നീതിമാനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നീതി അത്രയേ ഉള്ളൂ എങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ്? അഹങ്കാരം പറയണ്ട.
രാജകുടുംബത്തിലെ കുട്ടിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ഔദാര്യമാണ്. ഇനി മേലിൽ ആ പെണ്ണിനോടോ അവളുടെ മകളോടോ മിണ്ടാനോ അടുത്തുകൂടാനോ പാടില്ല. ഇത് കൊട്ടാരത്തിൽ നിന്നുള്ള ഉത്തരവാണ്. കൊട്ടാരത്തിൽ നിന്നുള്ള ഉത്തരവ് അത് വരേണ്ട രീതിയിൽ വരുമ്പോൾ ഞാൻ പ്രതികരിച്ചോളാം. തൽക്കാലം തമ്പുരാട്ടി പോകൂ. കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയോട് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? ഗുരുപുത്രിക്ക് എന്താ അത് കേട്ടാൽ? വർണ്ണമോളെ, എത്രയോ തവണ ഗുരു മോളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആളുകൾ തമ്മിൽ വ്യത്യാസം കൽപ്പിക്കരുതെന്ന്. മോള് കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരല്ലേ. മുതിർന്നവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പടരാൻ പാടില്ല. ഓഹോ, അപ്പൊ എന്റെ മനസ്സിലാണ് വിഷം. ആരോടാണ് സംസാരിക്കുന്നതെന്ന് സൂക്ഷിച്ചു മതി. കൊട്ടാരത്തിൽ നിന്നൊരു ഉത്തരവ് നടപ്പിലാക്കാൻ എന്റെ ഭർത്താവ് ചിത്രഭാനു തമ്പുരാൻ ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ, അച്ഛനും മകളും ദേശമംഗലത്തുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ തമ്പുരാട്ടി, ഇഷ്ടം പോലെ ചെയ്തോളൂ. ദേശമംഗലം വാഴുന്ന തമ്പുരാന് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയാം. അല്ലാതെ നിങ്ങളീ കാണിക്കുന്ന പരാക്രമത്തിനൊന്നും എന്റെയിൽ ഉത്തരമില്ല. എനിക്ക് ഇത്തരത്തിൽ സംസാരിച്ച ശീലമില്ല, കേൾക്കുന്നതിന് താല്പര്യവുമില്ല. ശുദ്ധവും അശുദ്ധവും വേർതിരിച്ചറിയാൻ കഴിവുള്ളവളാണ് ഞാൻ. ഞാൻ ശീലിച്ചതേ എനിക്ക് പാലിക്കാൻ പറ്റൂ. എന്റെ കണക്കിൽ കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മയ്ക്കും തമ്പുരാട്ടിക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്നെ ആ കാട്ടുപെണ്ണിനെ ഒരു കണ്ണിലാണോ കാണുന്നത്? അങ്ങനെ കാണുന്നതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. തമ്പുരാട്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ മനുഷ്യനെ മനസ്സിലാക്കാൻ. ഇവളുടെ അഹങ്കാരം ഞാൻ നിർത്തിക്കും. വല്യമ്മയെ അപമാനിച്ചതിന് ശിക്ഷ കൊടുക്കണ്ടേ? മോള് നോക്കിക്കൂ, വല്യമ്മയെ അപമാനിച്ചതിന് ഇവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അധികം വൈകാതെ മോൾക്ക് വേറൊരു ഗുരുകുലം അന്വേഷിക്കേണ്ടി വരും. ഒന്നുകിൽ അച്ഛനും മോൾക്കും ദേശമംഗലത്ത് നിൽക്കാൻ വിധിയുണ്ടാവില്ല, അല്ലെങ്കിൽ ആയുസ്സെത്താതെ ഒടുങ്ങാനാവും വിധി. എന്നിട്ട് അമ്മുമ്മയെ പോലെ തന്നെയായിരുന്നു ആ അമ്മുമ്മ. നടക്കാനും വയ്യ, പക്ഷെ ആറ്റുകാലമ്മയെ കാണുകയും വേണം. എന്നിട്ട് ആ അമ്മുമ്മ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച് തളർന്ന് അവിടെ ഇരുന്നു പോയി. അപ്പോ അമ്മുമ്മ സങ്കടത്തോടെ ഓർത്തു, എനിക്ക് ദേവിയുടെ അടുത്ത് എത്താനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന്, അവിടെ നിന്ന് ഇത്തിരി പൊങ്കാല കഴിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന്. അതിനായി അമ്മുമ്മ വഴിയിലിരുന്ന് ഒരുപാട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മുമ്മയുടെ മുമ്പില് നല്ല സുന്ദരിയായ ഒരു പെണ്ണ് വന്നു. അമ്മുമ്മയോട് പൊങ്കാല വേണോന്ന് ചോദിച്ചു. കയ്യിലിരുന്ന പൊങ്കാല അമ്മുമ്മയ്ക്കും കൊടുത്തു. അമ്മുമ്മ പൊങ്കാല വാങ്ങിച്ച നിമിഷം തന്നെ ആ പെണ്ണിനെ കാണാതായി. അമ്മുമ്മ അവിടെ ചുറ്റുപാടെല്ലാം അന്വേഷിച്ചു. ആർക്കും അങ്ങനെ ഒരു പെണ്ണിനെ അറിയില്ല. അവസാനമാണ് അവർക്കെല്ലാവർക്കും മനസ്സിലായത് അമ്മുമ്മയുടെ ഭക്തിയിൽ അമ്മുമ്മയെ അനുഗ്രഹിക്കാൻ വേണ്ടി ദേവി തന്നെ നേരിട്ട് വന്നതാണെന്ന്. അങ്ങനെ ദേവിയെ നേരിട്ട് കണ്ടു, പൊങ്കാലയും കഴിച്ചു. അമ്മുമ്മയ്ക്ക് ഇഷ്ടമായോ? പിന്നെ ദേവിയുടെ കഥകൾ കേട്ട ആർക്കാണ് ഇഷ്ടമാകാത്തത്? വേദക്കുട്ടി പറഞ്ഞു തരുന്നത് കേൾക്കാനും നല്ല രസമുണ്ട്. വേദക്കുട്ടി എനിക്ക് എന്തോരം കഥകളാ പറഞ്ഞിരുന്നേന്നറിയോ? വേദക്കുട്ടി ദേവിയുടെ പാട്ട് പാടും. വേദക്കുട്ടി അമ്മമ്മയ്ക്ക് ഒരു പാട്ട് പാടി കൊടുത്തേ. പാടുമോളെ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഹീതാം പുരാണമുനിനാ മദ്വൈമാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദതാമി ഭഗവതി ദേവവത്വേഷിണീം ഭഗവതി. നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ ഫുല്ലായ വിദ്യായ തവത്രനേത്ര ഏന ത്വയാം ഭാരതതൈലപൂർണമാം കൃത്വാ. ഇതാര വീട് തുറന്നിട്ടിരിക്കുന്നത്? ആരാ വീടിനകത്ത്? നാരായണേന സ്വയം വ്യാസേന ഗ്രഹീതാ പുരാണമുനിനാ. ആരടി നിങ്ങളൊക്കെ? ഞാൻ വഴിയിൽ തളർന്നു വീണുപോയി മോളെ. ഈ കുഞ്ഞുങ്ങളാ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. നല്ല കുട്ടികളാ.
എനിക്ക് ഭക്ഷണമൊക്കെ വെച്ച് തന്നു. ഭക്ഷണം വെച്ച് തന്നോ ഇവരോ? നിന്നോടൊക്കെ ഇവിടുത്തെ അടുക്കള കയറാൻ ആരടി പറഞ്ഞത്? ഇവളെ കണ്ടറിയാം ഏതോ കാട്ടുജാതിയാണെന്ന്. ഈ വീട് മുഴുവൻ അശുദ്ധമാക്കിയല്ലേ. ഇറങ്ങടി വെളിയില്. മോളെ, ഇവരെ ഒന്നും പറയല്ലേ, കുഞ്ഞുങ്ങളല്ലേ. എന്തു കുഞ്ഞുങ്ങള്? നിങ്ങളെ ചുമന്നിവിടെ എത്തിച്ച നാശങ്ങളല്ലേ ഇവര്. നിങ്ങൾ എന്തിനാ തിരിച്ചു വന്നത്? വേണ്ടാന്ന് തീരുമാനിച്ചു കൊണ്ട് കളഞ്ഞതല്ലേ ഞങ്ങള്. അവിടുന്ന് വീണ്ടും ഞെരങ്ങി വന്നിരിക്കുന്നു. അമ്മുമ്മയെ കളയാൻ കൊണ്ടുപോയതാണോ? എന്തൊരു ദൈവദോഷമാണ്. ദൈവദോഷമാണെങ്കിൽ ഞാൻ സഹിച്ചു. മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ രണ്ടെണ്ണം. മോളെ, ഈ കുട്ടി ദേശമംഗലത്തെ പൂജാരിയുടെ മകളാ. അതിനെന്താ? ദേവേന്ദ്രന്റെ മകളൊന്നും അല്ലല്ലോ ഞാൻ തൊഴുതു നിൽക്കാൻ. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഈ രണ്ടിടത്തിനെ പിടിച്ച് പുറത്തിറക്കുന്നുണ്ടോ അതോ ഞാൻ തല്ലിയിറക്കണോ? മക്കളെ, നിങ്ങൾ പോയിക്കോ. എന്തടി നോക്കി നിൽക്കുന്നേ? ഇറങ്ങാൻ പറഞ്ഞല്ലേ? ഇറങ്ങിയിട്ട് വേണം ഇവിടെ മുഴുവൻ അടിച്ചു തളിച്ച് ശുദ്ധം ചെയ്യാൻ. ഞങ്ങൾ പോട്ടെ അമ്മുമ്മ. അമ്മുമ്മയ്ക്ക് എന്ത് സങ്കടം വന്നാലും ദേശമംഗലത്തമ്മയെ മനസ്സിൽ വിചാരിച്ചാ മതി. ഉവ്വ് വേണ്ടാത്തതൊക്കെ ദേശമംഗലത്തമ്മ കൊണ്ടുവന്ന് കൊടുക്കും. ഇറങ്ങിയിരിക്കുക രണ്ട് കാന്താരികള്. എന്നെ അങ്ങനെ വിളിക്കണ്ട. നിങ്ങൾക്കൊരു അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ കിടക്കണമായിരുന്നു. ആര് തേടിയ വന്നത്? നിങ്ങളുടെ മോനോ നിങ്ങളെ വേണ്ട, വെറുത്തിട്ടാ കൊണ്ടുപോയി കളഞ്ഞത്. ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം നിങ്ങളൊന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ ആ മനുഷ്യന് മനസ്സമാധാനം കിട്ടിയനെ. ഞാൻ നോക്കട്ടെ അവളുമാരെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്. ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മുമ്മ ഞങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞു തന്നേന്നറിയോ? കുഞ്ഞുനാളിൽ അമ്മുമ്മയുടെ മോന് ചോറ് വാരി കൊടുത്തതും രണ്ടുപേരും കൂടെ ചിരിച്ചതും കളിച്ചതും ഒക്കെ പറഞ്ഞു. അമ്മുമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. എന്നിട്ട് എന്തിനാ അമ്മുമ്മയെ കൊണ്ട് കളഞ്ഞത്? അമ്മൂമ്മ പാവല്ലേ, വയസ്സായവരെ നമ്മൾ നോക്കേണ്ടതല്ലേ. എന്നോട് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയാ. ഞങ്ങള് കുഞ്ഞുങ്ങളാ, എന്നാലും അമ്മമ്മ വീണ് കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല സങ്കടമായി. അതാ കൂട്ടിക്കൊണ്ടുവന്നത്. വിശന്നിട്ട അമ്മുമ്മ തളർന്നു പോയത്. അതുകൊണ്ടാ ഭക്ഷണം വെച്ചു കൊടുത്തത്. അമ്മുമ്മയെ വിഷമിപ്പിക്കരുതേ. അമ്മമാര് ദൈവങ്ങളല്ലേ. അമ്മമാരെ വേദനിപ്പിച്ചാൽ ദേവി പൊറുക്കില്ല. ഞങ്ങൾ പോവാ. വാ കുഞ്ഞി. ഇനി ഇതുപോലെ ആരെങ്കിലും കെട്ടിയെടുത്തോണ്ട് വരാനുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരാൾ ഈ പറമ്പിൽ കയറിയാൽ അവരുടെ കാല് വെട്ടി ഞാൻ. ഇനി ഇവിടെ നിങ്ങൾ നിൽക്കണ്ട, ഇറങ്ങിക്കോ. ഈ നിമിഷം തന്നെ ഇറങ്ങിക്കോ. അതെ, നിങ്ങളുടെ അമ്മ ഇനി ഇവിടെ നിർത്തിയാലേ ഈ വീടൊരു സത്രം പോലെയാവും. ആയിത്തും ശുദ്ധവും ഒന്നും പാലിക്കാത്ത ആളുകൾ ഇവിടെ കയറി നിരങ്ങും. അടിച്ചിറക്കി തള്ളേ. മോനെ, അമ്മയെ തല്ലല്ലേടാ. അമ്മ പൊക്കോളാം. നീ അറിയാതെ എങ്ങാനും തല്ലിപ്പോയാ അത് അമ്മയുടെ മനസ്സിലൊരു നോവായിട്ട് കിടക്കും. നീ കുഞ്ഞുനാളിൽ അമ്മയെ തല്ലിയിട്ടുണ്ട്. എടുത്തു പൊക്കി പിടിക്കുമ്പോ മുഖത്ത് കാലുകൊണ്ട് തൊഴിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ മോന്റെ കുസൃതിയല്ലേ. ഇപ്പൊ നീ മുതിർന്നില്ലേ? നീ കൈ നീട്ടി അമ്മയെ തല്ലിയ ചാകുന്ന നേരത്ത് പോലും അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. എന്റെ മോൻ നന്നായിട്ട് ജീവിച്ചോ. നിന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കാൻ
ഈ അമ്മ വരില്ല. എന്റെ കൂടെ വന്ന കുഞ്ഞുങ്ങളോട് വൈരാഗ്യമൊന്നും കാണിക്കല്ലേ. പാവങ്ങളാ, കാരുണ്യമുള്ള മക്കളാ. അമ്മ ഒരു കാര്യം ചെയ്യാം, ദൂരെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. അമ്മയെ കാണാണ്ടായിന്ന് നിങ്ങൾ പറഞ്ഞാ മതി. ദൂരെ എവിടെയെങ്കിലും കിടന്ന് അമ്മ ചത്താ പോലും നിങ്ങൾ അന്വേഷിച്ചു വരണ്ട. പോട്ടെ മോനെ. കണ്ടു കണ്ടു കരഞ്ഞു നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള സൂത്രം ഇവരുടെ. പിടിച്ചിറക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ലെങ്കിൽ ഞാൻ തന്നെ. കൈ എടുക്കടി. ഇല്ല, എടുക്കടി കൈ. ഇനി എന്റെ അമ്മയെ കുറിച്ചൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. നിനക്കായിരുന്നു എന്റെ അമ്മ ഒരു ബുദ്ധിമുട്ടായത്. നിന്റെ വാക്കുകൾ കേട്ട് കേട്ട് എന്റെ അമ്മയോട് ഞാനും ദുഷ്ടത കാണിച്ചു. ഇനി എന്റെ അമ്മയെ നീ ഇവിടെ നിന്ന് ഇറക്കാൻ നോക്കിയാൽ അതിനു മുമ്പ് നിന്നെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കും. കേറി പോടിയാത്ത്. അമ്മേ, എന്താടാ മോനെ, എന്താ നീ കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കമ്മേ. അവളും അവളുടെ സഹോദരന്മാരും ഓരോന്ന് പറഞ്ഞു എന്ന് എന്റെ കണ്ണന്ധമായി. മാപ്പില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ആ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ബോധം പോലും എനിക്കില്ലാതായി പോയി അമ്മേ. അമ്മ എന്നെ ശപിച്ചോ? ശപിച്ചില്ലാതാക്കിക്കോ. ശപിക്കാനോ? സ്വന്തം മകനെ ശപിക്കാൻ ഒരമ്മയ്ക്ക് എങ്ങനെയാടാ പറ്റുന്നത്? അങ്ങനെ പറ്റുമെങ്കിൽ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റുമോ? നിന്നെ അകലാൻ എനിക്ക് പറ്റുമോ? നീ എന്റെ പൊന്നല്ലേ. ഇനി ഈ നിമിഷം വീണ് മരിച്ചു പോയാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല.